നേടുക എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളക്കരയെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വലിയ മനുഷ്യന്റെ ചരമദിനമാണ് ജൂൺ 19. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 മുതൽ ജൂൺ 25 വരെ നാം വായനാ വാരാചരണം ആചരിച്ചു വരികയാണ്. ഇന്നീ വായനാ വാരാചരണത്തിന്റെ അവസാന ദിവസത്തിൽ നാം വായനയും സമൂഹവും എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയാണ്. പ്രബന്ധം അവതരിപ്പിക്കുവാൻ വേണ്ടി പൂജ എനിക്ക് ക്ഷണിച്ചു. എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പൊതുവായിട്ടുള്ള 3 ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായി, എന്താണ് വായന, അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ രൂപം എന്താണ്? രണ്ടാമതായി, ഈ വായന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉപകാരങ്ങൾ, ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്? മൂന്നാമതായി, വായിച്ചില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കോ, അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ നമുക്ക് എന്താണ് കുഴപ്പമുണ്ടാവുക? ഈ മൂന്ന് ചോദ്യങ്ങൾ ചിലപ്പോൾ നമുക്കിടയിൽ ഇരിക്കുന്ന ഒരാൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവാം. ശരി, വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ, എന്താണ് വായന? വായന എന്നാൽ അച്ചടിച്ചതോ എഴുതിയതോ ആയ വാക്കുകളുടെ ഒരു അർത്ഥം മനസ്സിലാക്കുന്ന പ്രക്രിയ. വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറയിലേക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനവും. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ പുസ്തകത്തിൽ അലിഞ്ഞു ചേരുന്നു. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയായ PN പണിക്കർ പറഞ്ഞിട്ടുണ്ട്. വായിക്കുന്നതിലൂടെ നമുക്ക് അറിവ് വർദ്ധിക്കുന്നു. വായന എന്ന് നമ്മുടെ ഒരു നല്ല മികച്ച സുഹൃത്തായി മാറുന്നു. ഒരു ചങ്ങാതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവിനേക്കാളേറെ നമ്മൾ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കും. ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ നിരവധി ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ക്ഷമ, ഓർമ്മശക്തി, ശ്രദ്ധാശേഷി, ഭാവന തുടങ്ങിയവ മെച്ചപ്പെടുത്താൻ വായന നമ്മെ സഹായിക്കും. സമൂഹവുമാണ്. അതിനെപ്പറ്റി നമുക്ക് ചിലത് സംസാരിക്കാം. വായനയും സമൂഹവും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. വായന ഒരു വ്യക്തിയുടെ ചിന്തകളെയും അയാളുടെ സ്വഭാവത്തെയും കാഴ്ചപ്പാടുകളെയും സ്വാധീനിക്കുന്നു. ഇത് ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ബുദ്ധിപരമായ വികസനത്തിനും ചിന്താശേഷിക്കും ഭാഷാപ്രയോഗത്തിനും ഇത് ഈ കാലത്ത് പോലും അത്യാവശ്യമായ ഒന്നാണ്. അതാണ് വായന. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷിന്റെ പ്രസിദ്ധമായ വരികളാണിവ. കുട്ടികളിലും മുതിർന്നവരിലുമെല്ലാം വളർത്തിയെടുക്കേണ്ട ഒരു ശീലമാണ് വായന എന്ന് പറയുന്നത്. വാളിനേക്കാൾ മൂർച്ചയുള്ള ഒന്നാണ് വാക്കുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇഴചേർത്ത് വെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യന്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഒന്ന്. ധാരാളം വിവരങ്ങൾ ശേഖരിക്കാനും അത് ശരിയായ ദിശയിൽ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ നിർവഹിക്കാനും കഴിയും. വായനാശീലം നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയും നമ്മെ കൂടുതൽ ബുദ്ധിപരവും വിവേകികളുമാക്കുന്നു. എന്താണ് വായനയും സമൂഹവും തമ്മിലുള്ള ബന്ധം? വായനയും സമൂഹവും തമ്മിലുള്ള